ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊക്കെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു മോഡലാണ്. വീനെക്ക് പോലെ വീനെക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഫ്രണ്ടിലേക്കൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബോക്സ് പ്ലീറ്റ്സ്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിനാണെങ്കിലും ചെറിയൊരു ബോക്ക് കൊടുത്തിട്ട് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള അതൊരു സാരിയാണ് എടുത്തിട്ടുള്ളത്. സാരിയിൽ 3 പോർഷനായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ 3 പോർഷന് ലൈൻസ് വരുന്ന പോർഷൻ ഫ്രണ്ടിലേക്കും, പ്ലെയിൻ ആയിട്ടുള്ളത് ബാക്കിലേക്കും, അതുപോലെ തന്നെ ബോർഡറിൽ ചെറുതായിട്ട് കുറച്ച് രീതിയിൽ അങ്ങനത്തെ ലൈൻസ് വരുന്നുണ്ട്, അത് സ്ലീവിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സാരി എന്ന് പറയുന്നത് കുറച്ച് ഡാമേജ് ആയിട്ടുള്ള സാരിയാണ്, പക്ഷേ അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിലാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് മടക്കിയിട്ടിട്ട് മാർക്കിങ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കത്തെ പോർഷൻ നമ്മൾ സാധാരണ എപ്പോഴും തുന്നിയ ചുരിദാറിൻ്റെ അതേ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലത്തെ പോർഷനിൽ കുറച്ചും കൂടി നമുക്ക് ആ ബോക്സ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു തുണിയും കൂടി എക്സ്ട്രാ വേണം. അതിനനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. നല്ല ഭംഗിയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മോഡേൺ ടോപ്പ് കട്ട് ചെയ്യുന്നതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ നല്ല ഭംഗിയിൽ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിഗ്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തുണി മേടിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതുപോലെ പഴയ കുറേ സാരികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ യൂസ് ചെയ്യാത്തതോ ഡാമേജ് ആയതോ ഇതുപോലത്തെ അയൺ ബോക്സ് കൊണ്ടൊക്കെ സാരികൾ ഒത്തിരി നമ്മുടെ അലമാരിലുണ്ടാവും. ഇപ്പോൾ കുറേ പേര് സാരീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് പുറമെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ എന്തായാലും ഒരു 400-500 ചാർജ് വരും. അതിനെക്കാട്ടും നല്ലത് അപ്പോൾ അത്രയും ചാർജ് കൊടുത്തിട്ട് നമ്മൾ ഈ ഓൾഡ് സാരിയിൽ തുന്നിയേക്കാളും നല്ലത് പുതിയ മെറ്റീരിയൽ എടുത്ത് തുന്നല്ലേ എന്ന് ചിന്തിച്ചിട്ട് കുറേ പേര് പുതിയ മെറ്റീരിയൽ എടുത്ത് തുന്നുന്നുണ്ട്. അപ്പോൾ ഓൾഡ് സാരി ആണെങ്കിലും നല്ല കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് നല്ല യൂണിക് മോഡൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി സാരീസ് റീയൂസ് ചെയ്തിട്ട് ടോപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ട് നല്ല ഭംഗിയിൽ ഒത്തിരി ഐറ്റംസ് നിങ്ങൾക്ക് തുന്നാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. ഫൈനലി നമ്മൾ സാധാരണ എങ്ങനെയാണോ ചുരിദാർ മാർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മാർക്കിങ് തുടങ്ങുന്നത്. ബാക്കിലത്തെ പീസിന് യാതൊരു ചേഞ്ചസും ഇല്ല. സെയിം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാർക്കിങ്സ് ചെയ്ത് കട്ട് ചെയ്യാം. ഫ്രണ്ടിലത്തെ പീസിലേക്ക് മാത്രം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഫ്രണ്ടിലൊരു ബോക്സ് പ്ലീറ്റ്സ് പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോക്സ് പ്ലീറ്റിന് വേണ്ടതായി തുണി കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അത് കാരണം ബാക്കത്തെ പീസിലത്തെ നെക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ എക്സ്ട്രാ ലെങ്ത് വരുന്ന മെഷർമെൻറ്റാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെയാണ് അതിന് ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള ഐഡിയ കിട്ടും. നല്ല ഭംഗിയിൽ നമുക്കും പുതിയ പുതിയ മോഡൽസ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ കഴിയാറായി. നമുക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ 2-3 തവണ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം കട്ട് ചെയ്യാൻ നോക്കാം. ചെറുതായിട്ട് തെറ്റിപ്പോയാലും നമ്മൾ ഉദ്ദേശിക്കുന്നതായ കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്നില്ല.
അപ്പോൾ അതാ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് ഏകദേശം കഴിയാറായി. ലൈനിങ് പീസിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പീസിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ മെയിൻ പീസിൽ ലൈൻസ് വരുന്ന ഭാഗമാണ് ഫ്രണ്ടിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. സ്ലീവും കുറച്ച് വേറെ രീതിയിൽ ബോർഡറിൻ്റെ സൈഡ് വരുന്നതായ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു സാരിയിൽ നിന്ന് നമ്മൾ യുണീക്കായിട്ട് മോഡേൺ ആയിട്ടുള്ളൊരു ടോപ്പ്, ശരിക്കും ഒരു സാരിയിൽ നിന്ന് തുന്നിയതാണെന്ന് പറയില്ല കേട്ടോ, അത്രയും ലുക്കിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള. നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലെ സാരീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പീസ് 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന നമ്മുടെ ബോക്സ് പ്ലീറ്റ്സ് നമ്മുടെ മെയിൻ പീസിൽ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ, ലൈനിങ്ങിൽ വെക്കുന്നില്ല. അത് കാരണമാണ് ഫ്രണ്ടിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി എല്ലാവരും സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ചൊരു ചെറിയൊരു ബോക്സ് പ്ലീറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫൈനലി നമ്മുടെ ടോപ്പ് കാണാൻ നല്ല ലുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടപ്പോൾ ആരും തന്നെ ഇത് സാരിയിൽ തയ്ച്ചാന്ന് പറയാത്ത രീതിയിൽ നമ്മൾ ഭംഗിയിലാണ് ഇന്നത്തെ ടോപ്പ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫൈനലി നമ്മുടെ സ്ലീവ്സും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ആ സ്ലീവ്സിൻ്റെ മാർക്കിംഗ് ഒക്കെ ആദ്യം ലൈനിങ് പീസിൽ മാർക്ക് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, ഹോളിൽ നിന്ന് സിമ്പിളായിട്ട് നമ്മുടെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ സ്ലീവ്സിനായിട്ട് പ്രത്യേക മെഷർമെൻറ്റ് വേണമെന്നില്ല, സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സാരിയുടെ ബോർഡർ പീസാണ് നമ്മൾ സ്ലീവായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പീസും കൂടി നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ഒരു വി നെക്കിലൊരു പാച്ച് വർക്ക് പോലെയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ലീവിലും ചെറിയൊരു വി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ബോ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു സ്ലീവിൻ്റെ ഏറ്റവും എൻഡിൽ എങ്ങനെ വി കട്ട് ചെയ്യുന്നതെന്നുള്ളതും അതിൽ നല്ല ഭംഗിയിൽ ബോ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്.
നമ്മുടെ ഫ്രണ്ടിലത്തെ വീനെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊരു പാച്ച് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ പ്ലീറ്റ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയ പീസസ് 2 സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് നടുക്ക് നമുക്ക് എത്രമാത്രം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ഒരു പീസും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഭംഗിയിൽ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടിപൊളിയായിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.